അദ്ദേഹം സ്വഹാബത്തിന് ചുറ്റും ഇങ്ങനെ നോക്കി. അദ്ദേഹം നോക്കിയപ്പോൾ ഒരാളെ അല്ലാതെ, ഒരു സ്വഹാബിയെ അല്ലാതെ അദ്ദേഹത്തിന് ചോദിക്കാൻ തോന്നിയില്ല. അദ്ദേഹം ചോദിച്ചു, യാ ഹാദാ, പേരറിയില്ല, നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് അബൂ ദറുൽ ഗിഫാരി, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ് അബൂ ദറുൽ ഗിഫാരി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് ധൈര്യം കണ്ടിട്ടാണ് ചോദിക്കുന്നത്? ഇത് ഉമർ എന്നവരാണ്. ഉമർ എന്നവർ അൽ ഇമാമുൽ ആദിലായ, നീതിമാനായ ഭരണാധികാരിയാണ് ഉമർ എന്നവർ. അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ വരാതിരുന്നാൽ എന്നെ കൊല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്? നമുക്കിടയിൽ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ബൈനി വ ബൈനിക്കല്ലാഹ്, എനിക്കും നിങ്ങൾക്കുമിടയിൽ അള്ളാഹു മാത്രമാണെന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിക്കുകയാണ്, അസ്അലുക ബില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ തിരിച്ചു വരും. അബൂ ദറുൽ ഗിഫാരി കരയാൻ തുടങ്ങി. ഗിഫാർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട്, ചുറ്റുമുള്ളവരും അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ് ഗിഫാരി നിങ്ങൾ ചെയ്യുന്നത്? ഉമർ എന്നവരാണ്, അദ്ദേഹം വരാതിരുന്നാൽ നിങ്ങളെ കൊല്ലുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് ബൈനി വ ബൈനിക്കല്ലാഹ്, എനിക്കും നിങ്ങൾക്കുമിടയിൽ അല്ലാഹു മാത്രമാണ്. വഖഫാ ബില്ലാഹി വലിയൻ വഖഫാ ബില്ലാഹി ഹസീബ, അല്ലാഹു അല്ലാതെ പരമേൽപ്പിക്കാൻ മറ്റാരാണുള്ളത്? അതുകൊണ്ട്